ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ആദ്യമായി നിഫ്റ്റിയിൽ എന്താണ് ഈ ആഴ്ച സംഭവിച്ചത് എന്ന് തന്നെ പരിശോധിക്കാം. വീക്കിലി അനാലിസിസ് ആയതുകൊണ്ട് നമ്മൾക്ക് വീക്കിലി ക്യാൻഡിൽ തന്നെ പരിശോധിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 21,352 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഈ ആഴ്ചയിൽ ഒരു പ്ലസ് 81 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി 21,433 എന്ന ലെവലിൽ ഓപ്പൺ ആയി. കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയ ലോ എന്ന് പറയുന്നത് 21,429 ലെവലാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് നിഫ്റ്റിക്ക് ഒരു 501 പോയിന്റ് പ്ലസിൽ 21,853 എന്ന ലെവലിൽ ക്ലോസ് ആവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി തന്ന ആകെ മൂവ്മെന്റ് എന്ന് പറയുന്നത് 697 പോയിന്റിൻ്റെതാണ്. അപ്പോൾ സാമാന്യം നല്ല മൂവ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. എവർ ടൈം ഹൈയും നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്രയും മൂവ്മെന്റ് തന്ന ഈ ആഴ്ചത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് പ്രൈസ് നമ്മൾക്ക് കാണിച്ചു തരുന്ന ലെവൽസിനെ അനുസരിച്ച് അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. 21,967 എന്ന ലെവലിലാണ് ഞാൻ ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്. അതുപോലെ തന്നെ 21,803 എന്ന ലെവലിൽ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലോ, അതാണ് റെഡ് ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവൽ, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ 21,931, 21,839 എന്ന ലെവലുകളിലായി ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് എന്നിങ്ങനെയുള്ള ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നമുക്ക് നൽകുന്നത് എങ്കിൽ അതുവരെ നൽകിയല്ലോ പ്രധാനമായും 21,803 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ഞാൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,967 എന്ന ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ തന്ന ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്ത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം ആദ്യത്തെ ടാർഗറ്റായും പിന്നീട് 22,055 എന്ന ലെവൽ രണ്ടാമത്തെ ടാർഗറ്റായും എവർ ടൈം ഹൈ ആയ 22,125 എന്ന ലെവൽ പ്രധാന ടാർഗറ്റായും പ്രതീക്ഷിക്കുന്നു. അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവറിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പിന്നീട് കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ, അതായത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ ഏറ്റവും അടുത്ത് തന്ന ലോ സ്റ്റോപ്പ് ലോസ് ആയി നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 21,225 മുകളിൽ തന്നെ, അതായത് ലാസ്റ്റ് തന്ന ഉയരം എത്രയാണോ അത് തന്നെയാണ് ഞാൻ വീണ്ടും അപ്വേർഡ് പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ്. അങ്ങനെ പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുന്ന പക്ഷം ഇതുവരെ നൽകിയ എവർ ടൈം ഹൈക്ക് മുകളിൽ ഒരു 1 ഡേ ക്യാൻഡിൽ എങ്കിലും ക്ലോസ് ആകാൻ കഴിയുകയാണെങ്കിൽ പിന്നീട് ഞാൻ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുക. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 21,803 എന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന റെഡ് ലെവൽ നിലനിർത്തിക്കൊണ്ട് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ലഭിച്ചേക്കാം എന്ന് ഞാൻ കരുതുന്ന, ഈ ആഴ്ചയിൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 22,375, അതുപോലെ തന്നെ 22,570 ലെവലുകൾ. ഇനി ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് പ്രധാനമായും 21,967 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,803 എന്ന് പറയുന്ന വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും തുടർന്ന് കിട്ടിയേക്കാവുന്ന അപ്വേർഡ് മൂവ്മെന്റിൽ
വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിക്കുന്ന പക്ഷം അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് വീണ്ടും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഞാൻ ലഭിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ നൽകിയ ലോ ആണ്. അതിന് താഴെയായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം മാർക്കറ്റ് ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുക എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് സോണുകളാണ് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21,778 എന്ന ലെവൽ ആദ്യമായും, പിന്നീട് 732, 689 എന്നീ ലെവലുകൾ തീർച്ചയായും ലഭിച്ചേക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ 21,657 എന്ന തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏരിയ, ആ ലെവൽ ഒരു സപ്പോർട്ട് സോൺ ആണ്, സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഒരു പക്ഷേ അത് ടെസ്റ്റ് ചെയ്താൽ പോലും നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന എവർ ടൈം ഹൈ വെള്ളിയാഴ്ച ടെസ്റ്റ് ചെയ്തതുപോലെ ടെസ്റ്റ് ചെയ്താൽ പോലും തുടർന്ന് ഇതിനിടയിൽ ക്ലോസ് ചെയ്യാതെ പ്രൈസ് ഇവിടുന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് തന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഥവാ ഇനി ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വീണ്ടും അതിന് താഴെ ക്ലോസ് ചെയ്യുന്ന പക്ഷം പ്രൈസ് വീണ്ടും ഡൗൺവേർഡ് സഞ്ചരിച്ച് താഴോട്ട് തന്നെ വരാം. 21,604, 21,525, 21,489, 21,447 എന്ന ലെവലുകളാണ് വീണ്ടും ലഭിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് സോണുകൾ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾ എന്താണ്, കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചത് എന്ന് ആദ്യമേ പരിശോധിക്കാം. പിന്നീട് നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ചെക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെയും വീക്കിലി ചാർട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിംഗ് 44,866 ആയിരുന്നു. എന്നാൽ ഈ ആഴ്ച, പോയ ആഴ്ച ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് ഒരു പ്ലസ് 305 പോയിന്റോടുകൂടി 45,171 എന്ന ലെവലിലായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഈ പോയ ആഴ്ച ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഒരു പ്ലസ് 1,100 പോയിന്റിലാണ്. അതായത് ക്ലോസ് ചെയ്തിട്ടുള്ളത് 45,970. ആകെ ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നൽകാൻ കഴിഞ്ഞ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1,820 പോയിന്റിൻ്റെതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലി ട്രേഡിംഗ് പ്ലാൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ കൃത്യമായ ലെവലുകളിലേക്കാണ് നമ്മളുടെ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി രേഖപ്പെടുത്തിയിരുന്ന ലെവൽ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് ഒരു പ്ലസ് ഓപ്പണിംഗ് തന്ന് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചു. വീണ്ടും കിട്ടിയ ഡിക്ലൈനുകളിൽ അതേ സ്റ്റോപ്പ് ലോസ് പോയിന്റ് നിലനിർത്തിക്കൊണ്ട് ബാങ്ക് നിഫ്റ്റിയും അപ്വേർഡ് തന്നെ മൂവ് ചെയ്യുകയും ബാങ്ക് നിഫ്റ്റി നല്ല മൂവ്മെന്റ് 1,820 പോയിന്റിന്റെ അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി എവർ ടൈം ഹൈ, പുതിയ ഒരു ഹൈ തന്നുകൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സമയം കിട്ടുന്നവർ നമ്മളുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ട്രേഡിംഗ് പ്ലാൻ എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായിരുന്നാലും ഇത്രയധികം മൂവ്മെന്റ് തന്ന ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. 46,376 എന്ന ലെവലിലാണ് ഞാൻ ഗ്രീൻ ലൈൻ, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 45,666 എന്ന ലെവലിൽ റെഡ് ലൈനും സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നും ലെവലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിൽ 46,267, 45,771 എന്ന ലെവലുകൾ ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനിടയിലുള്ള ഏരിയയെ ഞാൻ എവിടെ ഓപ്പണിംഗ് ലഭിച്ചാലും അതിനെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന ലെവലിലാണ് ഞാൻ കാണുന്നത് എന്ന് മുൻ വീഡിയോകളിലും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 5-15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് പ്രധാനമായും 45,667 എന്ന ലെവൽ ഫിക്സഡ് ആയ സ്റ്റോപ്പ് ലോസ് പോയിന്റായി കരുതിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 46,376 എന്ന ലെവൽ തന്നെയാണ്. അതിനു മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആകുന്ന പക്ഷം
വീണ്ടും ലഭിച്ചേക്കാവുന്ന ഒരു ഡിപ്പിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ഹൈ തന്നെയായിരിക്കും. തുടർന്ന് അങ്ങോട്ട് 46,519, 46,728 എന്നിങ്ങനെ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ പ്രതീക്ഷിക്കും. എന്നാൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏരിയ ഞാൻ ഒരു ഹൈ റെസിസ്റ്റന്റ് സോണുകളും സപ്പോർട്ട് സോണുകളുമായാണ് കണക്കാക്കുന്നത്. ചാർട്ടിൽ ഞാൻ അങ്ങനെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാന പോയിന്റുകളാണ്. അത് അപ്വേർഡ് ആണെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റന്റ് പോയിന്റ് ആയിരിക്കും, ഡൗൺവേർഡ് ആണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ട് പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് വരുന്ന ആഴ്ചയിൽ ലഭിച്ചേക്കാവുന്ന സ്ട്രോങ് റെസിസ്റ്റന്റ് പോയിന്റ് എന്ന നിലവിൽ ഒന്നാമത്തേതായി നിലകൊള്ളുന്നത് ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ 46,897 എന്ന ലെവൽ തന്നെയാണ്. അതിനു മുകളിൽ ഒരു 1 ഡേ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ടേക്ക് 47,019, 47,213 എന്നിങ്ങനെ ചാർട്ടിൽ രേഖപ്പെടുത്തി കാണുന്ന ഓരോ ലെവലുകളും ഞാൻ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ആകുമ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 5-15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് നൽകുന്നത് എങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും 46,376 എന്ന ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് പ്രധാനമായും 45,666 എന്ന റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയ ലെവൽ തന്നെയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് അതിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ലഭിച്ചേക്കാവുന്ന ഒരു അപ്പ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുമ്പോൾ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ലോ തന്നെയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ചെയ്യുന്ന പക്ഷം പ്രൈസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന ബോധ്യത്തോടു കൂടി താഴോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ 45,066 എന്ന ലെവൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആ ഏരിയകളിലോട്ട് എടുക്കുമ്പോൾ ടാർഗറ്റ് കവർ ചെയ്ത് എന്താണ് പ്രൈസ് അവിടെ നമുക്ക് നൽകുന്ന ഇൻഡിക്കേഷൻ എന്ന് വാച്ച് ചെയ്ത് മാത്രമേ വീണ്ടും ട്രേഡിൽ കൂടുകയുള്ളൂ. അങ്ങനെ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റിപ്പീറ്റഡ് ആയി അതിനിടയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന പക്ഷം തുടർന്ന് താഴോട്ടുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കും. അവ ഇവിടെ ചാർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വരുന്ന ആഴ്ചയിലും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് വാരം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.